പിടിക്കപ്പെടുന്ന ആൾക്കാർക്കുള്ള പണിഷ്മെൻറ്റ് വളരെ വീക്കായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൊടുക്കുന്ന ഒരു ശിക്ഷ അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. ചെറുകിട ആളുകളിൽ നിന്ന് വിട്ട് വലിയ മാഫിയയിൽ എത്തുമ്പോൾ ഇത് നിൽക്കുകയാണ് സാധനം. സർക്കാർ കൊണ്ടുവന്ന ഇപ്പോൾ ഈ തൂഫാൻ എന്ന പദ്ധതി അത് നല്ല വിജയമാകണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എന്താ വെച്ചാൽ കുറേ ചെറുപ്പക്കാരായത് ഈ ലഹരിയിൽ നിന്ന് കഴിച്ചലാവും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് വേറൊന്നുമല്ല. ഇപ്പോഴേ എല്ലാം അതുകൊണ്ടാണല്ലോ ഉത്ഭവം തന്നെ. ചെറിയ മക്കളെ വലുതായി വരുമ്പോഴേ ഉത്ഭവം തന്നെ അതുകൊണ്ടാണ്. പണ്ടത്തെ മാതിരി ഒന്നല്ലല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ സർക്കാർ തൂഫാൻ നിലവാരം കൊണ്ടതുകൊണ്ട് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. എന്നാലും പൂർണ്ണമാക്കാൻ കഴിയൂല. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അത് നിൽക്കൂല. നമ്മളിവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് കഴിയൂല. നല്ലൊരു സംഗതി കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് ആളുകൾ എതിർക്കും, കുറച്ചാൾ ഇതാക്കും. അത് പോകണം. ഇതിനും എതിർക്കുന്നവരുണ്ടാവും. എന്താ വെച്ചാൽ കുറേ ആളുകൾ ഇത് ഉപയോഗിക്കുന്നവരല്ലോ. ഓല് അടിമപ്പെട്ടു ഇതിന്. അപ്പോൾ ഓൾക്ക് ഇത് നിർത്താൻ പറ്റൂല. അപ്പോൾ ഒന്നായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നെങ്കിൽ ഇത് നിർത്താൻ പറ്റും. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന ആൾക്കാർക്കുള്ള പണിഷ്മെൻറ്റ് വളരെ വീക്കായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൊടുക്കുന്ന ഒരു ശിക്ഷ അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഓക്കെയാണ്, സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എന്താ പറയുക യൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പണിഷ്മെൻറ്റ് എന്താ നല്ല രീതിയിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രോങ് ആവണമെന്നാണ് അഭിപ്രായം. നമുക്ക് ഒരു കാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു പേടി വേണമല്ലോ. ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതുണ്ടാവും, ഇന്ന ഭവിഷ്യത്തുണ്ടാവും, അത്തരത്തിലുള്ളൊരു പേടി, സെൻറ്റിമെൻറ്റ്സ്, കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ യൂത്തിനില്ല. അപ്പോൾ അതിലൊക്കെ ഒരു വല്ലാത്ത, അല്ലാണ്ട് നമ്മൾ എന്താ പറയുക ഒരു അവയർനെസ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ക്ലാസ് കൊണ്ടോ അതുകൊണ്ടൊന്നും വലിയൊരു ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ കേട്ട് കഴിഞ്ഞ് പോകും. പിന്നെ ഈ ഇത്തരത്തിലുള്ള അവൈലബിലിറ്റി കൂടുതലാണ്, ഒഴുക്ക് കൂടുതലാണ്. തൂഫാനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കണം. പരമാവധി നമ്മൾ യൂത്തിനെ രക്ഷപ്പെടുത്തണം, സമൂഹത്തിനെ രക്ഷപ്പെടുത്തണം. എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ വരണം. ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ പമ്പത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട്. മുമ്പുള്ള കാര്യത്തിനെക്കാട്ടും കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ അതാണ് പ്രധാന കാരണം. പ്രത്യേകിച്ച് കൂട്ടായ്മയായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് ഇറങ്ങണം. നല്ല രീതിയിൽ പോകാൻ വിജയിക്കും സാർ. അതിൻ്റെ നടത്തിപ്പ് നോക്കുമ്പോൾ ഇപ്പോൾ അത് വലിയ അപകടത്തിലേക്ക് കാണുന്നത്. പറയുന്ന വാക്കുകൾക്ക് അപ്പം ഒന്ന് കൂട്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പം ഇന്നാൾ തന്നെ ഇപ്പോൾ സുധാകരനെ വിളിച്ചൊരു യോഗത്തിൽ മയക്കുമരുന്നിൻ്റെ ആളുകളാണ് പങ്കെടുത്തെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് ആവശ്യം അതല്ലേ, ചെറുപ്പക്കാർ നല്ല വഴിക്ക് വരണ്ടേ. 100% ഇവിടെ ഉണ്ടല്ലോ. കോഴിക്കോട് ജില്ലയിൽ 100% ഉണ്ട്. അത് യുവാക്കളുടെ ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഇതിൽ കൂടുതലായിട്ട് വ്യാപിപ്പിക്കുന്നത്. കൂടുതൽ ബീച്ചസ് കേന്ദ്രീകരിച്ചാണ് ഇത് നടക്കുന്നത്. ഇതിൽ ചെറുകിട ആളുകളിൽ നിന്ന് വിട്ട് വലിയ മാഫിയയിൽ എത്തുമ്പോൾ ഇത് നിൽക്കുകയാണ് സാധനം. പിന്നെ പിടിക്കാൻ കഴിയാത്ത കോലത്തിൽ നിൽക്കുകയാണ് ഈ സാധനം. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ച് ഇത് എല്ലാം ചെയ്യുക. അതിൻ്റെ മുകളിലുള്ള വൻ മാഫിയകളുണ്ട് ഈ ഇതിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. അവരെ പിടിക്കാൻ കേരളത്തിൽ ഇത്രയും കാലം സാധിക്കുന്നില്ല. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ പലതും ഓപ്പണായിട്ടും പഴയ പോലെ ഒന്നല്ലല്ലോ. മുണ്ടന്മാരുടെ ഇടയിൽ ലഹരി, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ഒന്നല്ല. ഇപ്പോൾ ലഹരിൻ്റെ പുറകെയാണ് ചെറുപ്പക്കാർ. മൊത്തത്തിലിപ്പോൾ പുതിയ സർക്കാർ കൊണ്ടുവന്ന ഇപ്പോൾ ഈ തൂഫാൻ എന്ന പദ്ധതി അത് നല്ല വിജയമാകണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എന്താ വെച്ചാൽ കുറേ ചെറുപ്പക്കാരായത് ഈ ലഹരിയിൽ നിന്ന് കഴിച്ചലാവും. അതായത് ജനങ്ങളെന്തുവാ പോലീസിനുമായിട്ട് ഒരു ഇതിൽ സഹകരിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, നാട് നന്നാവും. കേരളത്തിൽ ലഹരി വ്യാപനം ഉണ്ടല്ലോ. അതുകൊണ്ടല്ലോ ഇപ്പോൾ തൂഫാൻ ഇതിൽ ഒരുപാട് ആളുകളെ പിടിച്ചല്ലോ. സർക്കാർ ഉടനെ നിർത്തിയില്ലെങ്കിൽ വിജയത്തിലെത്തും. സർക്കാർ അത് തുടർന്നുകൊണ്ട് പോകണം. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ സപ്പോർട്ട് വേണം. ജനങ്ങൾ ഇതിൻ്റെ ഉടങ്ങളിൽ ഇതിൻ്റെ സെയിൽ ഇതൊക്കെ കാണാൻ ജനങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ട് അതിനുള്ള ഇത് ചെയ്യണം. അതുണ്ടല്ലോ തൂഫാൻ. ഇപ്പോൾ കുറേ സ്ഥലത്ത് കാണുന്നില്ല. ആദ്യം ബീച്ച് ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കാണുന്നില്ല. കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. ഇതിനെ പറ്റിയിട്ട്, ഇതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കണം. അതിന് കുറച്ച് മനസ്സിലാക്കി കൊടുക്കണം. സ്കൂൾ തലത്തിലൊക്കെ ക്ലാസ് എടുത്തിട്ട് ചെയ്യണം. ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട്